പോലീസിന് എല്ലാ ദിവസവും ഒരു ചാലഞ്ച് തന്നെയാണ്. റൈറ്റ് ഫ്രം ദ ഡേ ബ്രേക്ക് മുതൽ തന്നെ വീണ്ടും തുടങ്ങും വരെ എല്ലാ കാര്യങ്ങളും ചാലഞ്ച് തന്നെയാണ്. പോസ്റ്റിംഗ് സമയത്ത് ആ കൊത്തുപറമ്പ് സംഭവമൊക്കെ വീണ്ടും എല്ലാവരും ഒന്ന് ഓർത്തപ്പോൾ അത് ഏതെങ്കിലും രീതിയിലൊരു അലോസരപ്പെടുത്തിയോ, ഒരു നെഗറ്റീവായി തോന്നിയോ? ജനിച്ചത് വളരെ സാധാരണ കുടുംബങ്ങളാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഫാദർ ഓഫ് ഫാർമറാണ്, മദർ ഹോം മേക്കർ. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ഗസ്റ്റ് തന്നെയാണ്. സംസ്ഥാന പോലീസ് മേധാവി ശ്രീ റാവഡ ചന്ദ്രശേഖറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. ഒരു 16 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങ് കേരളത്തിലേക്ക് മടങ്ങിയെത്തി, അതും ഏറ്റവും സുപ്രധാനമായ പദവി, സംസ്ഥാന പോലീസ് മേധാവി എന്ന ഏറ്റവും പ്രധാന പദവിയിലെത്തുന്നത്. ഈ ഒരു 16 വർഷം, 16 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ തന്നെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടായ ഒരു കാലയളവാണ്. പോലീസ് സേനയിൽ ഈ ഒരു 16 വർഷം അങ്ങ് മേധാവിയായി ചുമതലയേറ്റപ്പോൾ പോലീസ് സേനയിലുണ്ടായൊരു മാറ്റം എന്താണ്? കേരള പോലീസ് പൊതുവെ വളരെ പ്രൊഫഷണലായിട്ടുള്ള പോലീസ് ഫോഴ്സാണ്. 2009 ഞാൻ കാഡർ റിലീവായിട്ട് ഡെപ്യൂട്ടേഷന് പോകുമ്പോഴും ഇപ്പോഴത്തേക്ക് വ്യത്യാസങ്ങളും അത് എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ കുറേയധികം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേയധികം സേനയിൽ ഉണ്ടായിരുന്ന വേക്കൻസീസിനെ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സേനയിൽ ഉണ്ടായിരുന്ന ഫെസിലിറ്റീസ്, മെയിൻലി വണ്ടികളിൽ മൊബിലിറ്റിക്ക് വേണ്ടിയും പിന്നെ സേനലിനെ സ്മാർട്ടായിട്ട് ഒരു പോലീസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ നമുക്ക് ഐ തിങ്ക് കുറേയധികം ഇവിടെ സാധിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പോലീസിലെ എല്ലാ രംഗങ്ങളിലും കൂടെ കേരള പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തോന്നൽ അറ്റ്ലീസ്റ്റ് പുറത്തുള്ള ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ഇതിലേക്ക് അത് പോലീസിൻ്റെ പ്രവർത്തനം, പോലീസിൻ്റെ ബിഹേവിയർ, പിന്നെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗത്തിൽ നിന്നും ക്രമസമാധാനം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗത്തിൽ നിന്നും വേരിയസ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നേരിടാനുള്ള കൂടെ കേരള പോലീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് പൊതുവെ ഈ സൈബർ രംഗത്തിൽ കുറേയധികം നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതിൽ കപ്പാസിറ്റി ബിൽഡിങ് സൈബർ രംഗത്തിൽ കുറേയധികം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തുള്ള എനിക്ക് ആ സമയത്തിൽ അറിവുണ്ടായിരുന്നു സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ബാക്കി രംഗങ്ങളിലും കൂടെ കേരള പോലീസ് മുന്നേറ്റം ഡെഫിനറ്റായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഞാൻ അവിടെ കോൺഫറൻസസിൽ കാണാറുണ്ട്. കേരള പോലീസിൻ്റെ നയങ്ങളും പിന്നെ പ്രവർത്തനവും എഴുത്തി കാണിച്ചിട്ട് നമ്മുടെ DGP IGP കോൺഫറൻസിലൂടെ കൂടെ കാണിക്കാറുണ്ട്. ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പോലീസ് തന്നെ. അങ്ങിപ്പോൾ ഈ ചുമതല ഏറ്റെടുക്കുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത്, ഈ ഒരു കാലയളവെന്ന് പറയുന്നത് അത് പോലീസിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ പ്രധാനമായി നോക്കുമ്പോൾ നിരവധി വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അങ്ങ് ഈ ചുമതല ഏറ്റപ്പോൾ കേരളത്തിലെ ഒരു ലോ ആൻഡ് ഓർഡർ എന്തായാലും പ്രധാനമായും അങ്ങ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരിക്കും? പോലീസിന് എല്ലാ ദിവസവും ഒരു ചാലഞ്ച് തന്നെയാണ്. റൈറ്റ് ഫ്രം ദ ഡേ ബ്രേക്ക് മുതൽ തന്നെ വീണ്ടും തുടങ്ങും വരെ എല്ലാ കാര്യങ്ങളും ചാലഞ്ച് തന്നെയാണ്. നമുക്ക് ക്രമസമാധാനം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക, ലോ ആൻഡ് ഓർഡറിനെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്നത് പോലീസിൻ്റെ പ്രഥമ കർത്തവ്യമാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉള്ള സമസ്യ പരിഷ്കാരം, അവർക്കുള്ള പ്രശ്നങ്ങളിനെ അതിൽ പ്രോപ്പറായിട്ട് ഇടപാട് ചെയ്യുക, അതിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് സഹായം കൊടുക്കുക, അതിൽ നിയമപരമായിട്ട് കാര്യങ്ങളിൽ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഇതല്ലാതെ തന്നെ ഒത്തിരി കാര്യങ്ങളിൽ പോലീസ് ഇൻവോൾവ് ചെയ്യുന്നത് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ടിൽ റൈറ്റ് ഫ്രം ദ ട്രാഫിക് നോക്കുകയാണെങ്കിൽ ക്രഡിൽ ടു ഗ്രേവ് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു സമസ്യയാണ് നമുക്ക് ട്രാഫിക്. അതിൽ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും ട്രാഫിക്കിൽ പോലീസ് ഇല്ലാതെ ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. പോലീസ് അല്ലാതെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾക്കുള്ള പ്രശ്നങ്ങൾ ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ നമുക്ക് കുറേയധികം ഇപ്പോൾ പ്രശ്നമായിട്ട് മാറുന്നത് എന്ന് പറയുന്നത് ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത് ഡ്രഗ്സിൻ്റെ മേഖലയാണ്. രണ്ടാമത്തെ മേഖല എല്ലാവരെയും ബാധിക്കുന്നതും അറ്റ്ലാസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
ഈ മുറിയിലുള്ള എല്ലാവരും ഇതിൽ ഡയറക്റ്റ് വിക്ടിമോ അല്ലെങ്കിൽ അവരുടെ ബന്ധുവോ ഫ്രണ്ടോ ആരെങ്കിലും ഒരാൾ വിക്ടിമുണ്ട് ഈ സൈബറിൻ്റെ അപരാധങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനെ കാരണം വരാൻ പോകുന്ന ജനറേഷൻസിനെ ഡ്രഗ്സ് വളരെയധികം ബാധിക്കാൻ പോകുന്നതാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ളത്, അതിന് വളരെയധികം ആ രീതിയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഡ്രഗ്സും സൈബർ റാങ്കും ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായും അങ്ങ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ ഡ്രഗ്സ് ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ, പ്രതിപക്ഷമായാലും ഗവൺമെൻറ് ആയാലും വലിയ രീതിയിലൊരു ക്യാമ്പയിനാണ്. അതായത് ഈ സ്കൂളിൽ കുട്ടികളെയാണ് ഏറ്റവും അധികം ഇത് പിടിമുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രഗ്സ് ഒരു വലിയൊരു വിഷയമായി മാറുമ്പോൾ ഒരുപക്ഷെ അങ്ങ് IB സ്പെഷ്യൽ ഡയറക്ടർ എന്ന പോസ്റ്റിൽ ഇരുന്നതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെയൊക്കെ കറക്റ്റ് ഒരു അവയർനെസ് അങ്ങേക്ക് അറിയായിരിക്കും. ഇതൊക്കെ അത് ഒരുപക്ഷെ ഈ പോസ്റ്റിലോട്ട് വന്നപ്പോൾ അങ്ങേക്ക് കൂടുതലത് ഒരു അഡ്വാൻറ്റേജായി മാറിയോ? തീർച്ചയായിട്ടും ഇതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറേയധികം നമ്മൾ കേന്ദ്ര സംസ്ഥാനപ്പോൾ അവിടെ ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അറിവ് അത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒരെണ്ണം ഡ്രഗ് ഉപയോഗിക്കുന്ന ആളും പിന്നെ ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ആളും, സപ്ലൈ ഡിമാൻഡ്, ഈ രണ്ട് കാര്യത്തിലാണ്. നമുക്ക് ഇതിന് ഒരു ഡബിൾ പ്രോഞ്ച്ഡ് അപ്രോച്ചായിട്ട് പോകണം. പിന്നെ ആൾ ഗവൺമെൻറ് അപ്രോച്ചായിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾക്ക് അറ്റാക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക്. കാരണം ഈ സപ്ലൈനെ കുറക്കാനുള്ളതിനെ സംബന്ധിച്ച് അതിൽ രണ്ട് കാര്യങ്ങൾ. ഒരെണ്ണം നമ്മുടെ ഭാഗത്തു വേണ്ടി അവയർനെസ് കൊടുക്കുക, സെൻസിറ്റൈസ് ചെയ്യുക, അതിൻ്റെ ദുരുപയോഗം, അതിൻ്റെ ബാഡ് ഇമ്പാക്ട്സ് എന്തെല്ലാം ഉണ്ടാകാൻ പോകുന്നത് അതിനെപ്പറ്റി നല്ലപോലെ നമ്മളതിനെ കുട്ടികൾക്കും ബാക്കി ഉപയോഗിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ അവരെല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അത് സോ ദാറ്റ് അവർ ആ രീതിയിൽ പോവാതെ ഡ്രഗ്സിന് വേണ്ടി പിന്മാറി നിൽക്കാനുള്ളതാണ്. രണ്ടാമത്തത് ഡിമാൻഡ് സപ്ലൈൻ്റെ ഒരു മേഖല, അതെങ്ങനെ സപ്ലൈ ചെയിൻ എങ്ങനെയാണ് നമ്മൾ തടയണമെന്നതിനൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് 3 ഡ്രഗ്സിൻ്റെ കാര്യങ്ങളുണ്ട്. ഒരെണ്ണം ഗഞ്ചാവ് പോലത്തുള്ളതും, രണ്ടാമത്തത് ഈ പ്രോസസ്ഡ് ഡ്രഗ്സ് ആയിട്ടുള്ള ഹെറോയിൻ, കൊക്കൈൻ, അതുപോലെ തന്നെ മൂന്നാമത്തത് ഈ കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. ഈ 3 മേഖലയിലും കൂടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കുറേയധികം ഡാറ്റാബേസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഇവിടെ കേരളത്തിലെ DHUNT പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ 3-4 മാസങ്ങൾ വളരെ നല്ല രീതിയിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേയധികം ആളുകൾക്കെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. ഈ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സപ്ലൈ ചെയ്യുന്ന ആളുകളും ഈ ട്രാഫിക്കർസും അല്ലെങ്കിൽ ആ കാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനും കൂടെ നടപടിയെടുക്കുന്നുണ്ട്. അതിന് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അന്വേഷിച്ചത്, വിശ്ലേഷിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ സാധിക്കുന്നത്, അതിന് നമ്മൾ ഒരു കാര്യാചരണം, ഒരു പതക്കം, ഒരു യോജന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ. സർ, ഇതിനകത്ത് നമ്മളെപ്പോഴും പറയുന്നത് ഈ ലഹരിക്കെതിരെ ഇപ്പോൾ അങ്ങ് പറയുന്നതുപോലെ ഈ ഓപ്പറേഷൻ DHUNT ഒക്കെ ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് ഓരോ ദിവസവും കഴിയുന്തോറും അത്രയും കേസുകളുടെ എണ്ണം വലിയ രീതിയിൽ ഉയർന്നു കൂടി വരികയാണല്ലോ സാർ. അപ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടോ ഇതിനിടയിൽ ഇടപെടാനൊക്കെ? ഇടപെടാൻ ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ നമുക്ക് ഇതിൽ ഇൻ്റലിജൻസിനെ കൂട്ടാൻ ആവശ്യമുണ്ട്. നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരെണ്ണം. രണ്ടാമത്തേത് സ്ട്രോങ് ആയിട്ടുള്ള നടപടി. കാരണം ഈ NDPS ആക്ട് തന്നെ വളരെ കർശനമായിട്ടുള്ള ഒരു ആക്ടാണ്. നമുക്കവിടെ എല്ലാ ഏജൻസീസും DRI ഉണ്ട്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. ഈ എല്ലാ ഏജൻസികളും ഒന്നിച്ച് നിങ്ങളുടെ അടുത്ത് ഓരോരോ ആളുടെ അടുത്തും ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട്. ബട്ട് ദേ ആർ ഓൾ ലൈങ് ഇൻ സം സൈലോസ്. അതിന് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു വിൽപ്പന ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് കർശന നടപടി എടുക്കാനെങ്കിൽ നമുക്ക് കുറേയധികം ഇതിൻ്റെ സപ്ലൈ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ ഈ അവയർനെസ് പ്രോഗ്രാം ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഹോം. വീട്ടിൽ തുടങ്ങണമാണ് ഈ അവയർനെസ്. മാതാപിതാക്കളുടെ ഉപദേശം വേണതിൽ. അതുപോലെ തന്നെ സ്കൂളുകളിൽ നമുക്ക് ഒരു ഓർഗനൈസ്ഡ് വേയിൽ നമ്മൾ അവയർനെസ് ബോധവൽക്കരണം ചെയ്യണമാണ് ഇതിൻ്റെ ബാഡ് ഇമ്പാക്ട്സ് സംബന്ധിച്ച്. പിന്നെ സമൂഹത്തിൽ മുഴുവത്തിൻ്റെ കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു വൺ രീതിയിൽ നമ്മൾ വി ഷുഡ് ഫൈറ്റ് എഗൻസ്റ്റ് ദ ഡ്രഗ്. അതിലേക്ക് ഇതിനകത്ത് ശിക്ഷാ നടപടികൾ, അതായത് ഇവർക്ക് കൊടുക്കുന്ന പിടിക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷാ നടപടികൾ, അത് നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു അയവ് വരുന്നുണ്ട്? അത് കർശനമായി നടപ്പാക്കാൻ പറ്റാത്ത നിയമ സംവിധാനങ്ങളാണോ സാർ നമ്മുടെ സംസ്ഥാനത്തുള്ളത്? ഇല്ല, ഇവിടെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് കുറേയധികം ഡ്രഗ് കേസിൽ നല്ല ശിക്ഷ കൺവിക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത് നമുക്കതിന് അത് വീണ്ടും വേണമെങ്കിൽ ഈ പ്രോസിക്യൂഷൻ ഭാഗത്തിൽ എങ്ങനെ ഉണ്ടോ അത് കൂടെ പരിശോധിച്ചിരുതി അതുകൂടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരെണ്ണം ആരെങ്കിലും ഒരാൾ നേരത്തെ ഇൻവോൾവ് ചെയ്താണെങ്കിൽ ആ എക്യൂസ്ഡ് പേഴ്സണും ആ പ്രതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുറത്തു വന്ന ശേഷം ബെയിലിലോ പുറത്തു വന്ന ശേഷം എന്ത് ചെയ്യുന്നുണ്ട് അതിനെ കുറച്ചുകൂടി നമ്മൾ സർവിലൻസോ അല്ലെങ്കിൽ അവരുടെ മോണിറ്റർ ചെയ്താണെങ്കിൽ അവരിന് വീണ്ടും അതേ റൂട്ടിൽ പോവാതെ തടയാനുള്ള ശ്രമം ചെയ്യാൻ ആവശ്യമുണ്ട്. പക്ഷേ ശിക്ഷ നല്ല ഒരു ഇതിവിടെ ആക്ടിൻ്റെ ലേമിയല്ല, നിയമത്തിൻ്റെ ലേമിയല്ല. പക്ഷേ നമ്മൾ അതിനെ ഓവറാലായിട്ട് തന്നെ ഒരു മാറ്റം വന്ന നേരത്തെ താങ്കൾ പറഞ്ഞതിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, ചേഞ്ച്. ആ ചേഞ്ചിൽ ഭാഗമായിട്ട് നമുക്ക് അത് കരുതണമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ ഹൗ ഡു വി ആക്ട് എഗ്നസ്റ്റ് ദ ഡ്രഗ് എന്നത് ഇറ്റ് യൂസ് ടു ബി എ ആൾ ഗവൺമെൻറ് അപ്രോച്ച് ആൻഡ് ഓൾ ഏജൻസി അപ്രോച്ച് ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഈ ഡ്രഗ്സ് വലിയൊരു ചേഞ്ച് ഉണ്ടായതുപോലെ തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്പ്രെഡ് ആകുന്നത് പോലെ തന്നെയാണ് ഈ ക്രൈംസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട്. അതൊരു പക്ഷേ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ ക്രൈംസ് ഭയങ്കരമായിട്ട് കൂടി വരുമ്പോൾ അവിടെ നമുക്ക് ഈ പോലീസിൻ്റെ ഒരു ഇടപെടലൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കൃത്യമായി തന്നെ ഒരു ഇടപെടൽ പോലീസാണ്. കാരണം ഏറ്റവും അധികം പരാതികൾ കേൾക്കുന്നത് സ്വാഭാവികമായി എപ്പോഴും എല്ലാ മിനിസ്ട്രിയിലും ആഭ്യന്തര വകുപ്പ് ഹോം തന്നെയാണല്ലോ എപ്പോഴും പരാതികൾ കേൾക്കുന്നത്. അതിലേറ്റവും ഈ ക്രൈംസ് തടയാൻ വേണ്ടി പ്രത്യേകിച്ച് ഗുണ്ടകളുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ തൃശ്ശൂർ കണ്ടതാണ്. ഗുണ്ടകൾ പോലീസിനെ ആക്രമിക്കുന്നു, വടിവാളൊക്കെ വെച്ച് പോലീസിനെ ആക്രമിക്കുന്ന ഒരു കേസ് സംഭവനയുടെ. അത്തരം ക്രൈംസും ഈ ഗുണ്ട ആക്രമണം ഇതൊക്കെ തടയാനായിട്ട് നമ്മൾ എന്താണ് സാർ പോലീസിൻ്റെ? ഇപ്പോഴും നമുക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2-3 യോഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, റീജിയണൽ റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാനും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ പോലീസ് പല ജില്ലകളിലും നമുക്കുള്ള നിയമങ്ങളിനെ വളരെ കർശനമായിട്ട് ഉപയോഗിക്കുമ്പോഴും കുറേയധികം ഈ ഈ ഗൂണ്ട പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് ഈ കാപ്പ ആക്ടിലും പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള പ്രിവെൻറ്റീവ് പ്രൊവിജൻസിലും കൂടെ അവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തടയാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ടാമത്തേത് കേരളം പൊതുവെ നമ്മൾ ഇവിടെ എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്യുന്നതാണ്. എന്ത് സംഭവിച്ചാണെങ്കിലും അതിൻ്റെ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്യും ഇവിടെ. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് കേസുകൾ വർദ്ധിച്ചു അങ്ങനെ തോന്നലുണ്ടാവും. പക്ഷേ സമൂഹത്തിൽ എന്ത് സംഭവിച്ചാണെങ്കിലും നമ്മുടെ സംഘത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ദാറ്റ് ഷുഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ പോലീസ് സ്റ്റേഷനിൽ ആവുന്നുണ്ടത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷേ ഈ എസ്പെഷ്യലി പ്രിവെൻറ്റീവ് പ്രൊവിജൻസും പിന്നെ അതുപോലെ തന്നെ ഈ ഗൂണ്ട അതുപോലത്തുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് തടയാനുള്ളതിൽ ഞങ്ങൾ വളരെ കർശനമായിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നതാണ്. അതിൽ എടുക്കുന്നുണ്ട്, അത് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ റീസെൻറ്റ് ഡേയ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല നാഷണൽ വൈഡ് രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നൊരു പ്രതിഭാസം തന്നെയാണ്. കേരളത്തിലെ മാത്രം കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ ഫാമിലിയിലാണ് ഈ മർഡർ കൊലപാതകങ്ങൾ എപ്പോഴും. സാർ വരുന്നതിന് മുമ്പേ നടന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഒരു ഫാമിലിയിൽ 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിന് 26 വയസ്സേ പ്രായമുള്ളൂ. 26 പോലും ഇല്ല, 23-24 വയസ്സേ പ്രായമുള്ളൂ. അത് വലിയ അവരിപ്പോഴും ജയിലിലാണ്. പക്ഷേ അത്തരം കേസുകൾ നോക്കുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മയക്കുമരുന്ന് ഉപയോഗിച്ച് അമ്മയും അച്ഛനെയും കൊലപ്പെടുത്തുന്നു, അയൽവാസിയെ കുത്തി കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ ഫാമിലിയിൽ കൂടുതലും ഇത്തരം കേസുകൾ വരുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാകും അങ്ങനെ സംഭവിക്കുന്നത്? ജനറലി ഒരു ഫാമിലി ലെവലിൽ ഒരു സ്ട്രെസ് കൂടി ഇതിൻ്റെ ഒരു സിഗ്നലാണ് നമുക്കിതിന്. കാരണം പല തരങ്ങളായിട്ട് ഭാര്യ ഭർത്താക്കളും തമ്മില, പിന്നെ മക്കളും പാരൻസ് തമ്മില ഉണ്ടാകുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലേമിങ്. പിന്നെ രണ്ടാമത്തത് അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കൂടെ ഇമ്പാക്റ്റും എനിക്ക് അതിൽ ധാരാളം കാണുന്നതാണ്. നമ്മുടെ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ റിവല്യൂഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സീരിയസ് ആയിട്ട് പ്രോബ്ലം നമ്മുടെ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ഒരെണ്ണം ഡിജിറ്റൽ ഡെല്യൂസ്. എന്നാൽ നമുക്ക് നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ കുറച്ചുമായിട്ടുള്ള ഉപയോഗിക്കുന്ന ഡേറ്റ ഇപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ 15 വർഷത്തേക്കുള്ള ആവശ്യമുള്ള നേരത്തെ അനുഭവിക്കുന്ന ഡേറ്റ നമ്മളിപ്പോൾ നമ്മുടെ മുകളിൽ വീണുണ്ട്. നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ വീണാണ്. അത് ഡിജിറ്റൽ ഡെല്യൂസ് പറയും. ഇതുകൊണ്ടാണ്
സംഭവിക്കുന്നത് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. നമുക്കിത് ഒരു കാര്യത്തിൽ പോലും നമുക്ക് വെറും ശ്രദ്ധയില്ല, അല്ലെങ്കിൽ നമുക്കതിന് കോൺസെൻട്രേഷൻ ഇല്ല. ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എല്ലാവരും ബാധിക്കുന്നതാണ്. ഇതുകൊണ്ട് വരുന്ന ഒരു കുഴപ്പമാണ് നമുക്ക് ഡിജിറ്റൽ എന്താണ് ഒരു ഡിസ്ട്രാക്ഷന് ശേഷം പിന്നെ ഡിപ്രഷനിൽ പോകുന്ന ആളുകൾ നിങ്ങൾ നോക്കിക്കാണും. ഒത്തിരി പേര് എല്ലാ സമയവും അവരവരുടെ മൊബൈൽ ഫോണിൽ നോക്കി നിൽക്കുന്നതിലേക്ക്. പിന്നെ കുറേയധികം ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് കൂടെ ഈ ഡിജിറ്റലിൻ്റെ ഒരു ഇതിൻ്റെ പ്രവർത്തനം തന്നെ. പിന്നെ അവസാനം അതിൽ ഡിജിറ്റൽ ഡെല്യൂഷനാണ്. ആളുകൾക്ക് ഏതോ ഒരു അന്യലോകത്തിൽ പോകുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ഈ 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഈ നമുക്ക് ഈ ഡിജിറ്റലൈസേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഉപയോഗത്തിൽ എത്ര നമുക്ക് ഉണ്ടോ അതോടൊപ്പം തന്നെ അത്രയധികം നമുക്ക് ബാധിക്കുന്നതാണ് ഇതിനെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഫാമിലി ലെവൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്, കമ്മ്യൂണിറ്റികൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. താങ്കൾ ചോദിച്ച ഇതിനെ മെയിനായിട്ട് കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ അശാന്തി അല്ലെങ്കിൽ ആ സ്ട്രെസ്സും അത് ഹൗ ഡു വി ഹാൻഡിൽ ഇറ്റ്, അത് അഗെയിൻ ഇറ്റ് ഹാസ് ടു ബി ഡൺ. പറഞ്ഞ കേസ് ഉണ്ടപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പ്രോപ്പറായിട്ട് വേണം, അതിന് നിയമം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറം മെയിനായിട്ട് നമ്മുടെ ടോട്ടൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇതിലേക്ക് മുന്നെടുക്കുന്നത്. അത് സംഭവിച്ചത് വേറെ അന്യ കുടുംബങ്ങളാണോ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് ഒരു തോന്നൽ നമുക്ക് പാടില്ല. നമ്മൾ ആ സമൂഹം മുഴുവൻ ഒന്നിച്ച് അതിൽ വരണം. നമ്മൾ കൂടുതൽ ആശയവിനിമയം ഇത് നടത്തുന്ന ആവശ്യമുണ്ട്. നമ്മുടെ ഇതിൻ്റെ കൗൺസിലേഴ്സും കൗൺസിലിങ്ങും ഇതിൻ്റെ കൂട്ടണമാണ്. അതിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ NGOസും മറ്റെല്ലാവരും ഇടപാട് ചെയ്തിരുത്തി ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമാണ് നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നത് തോന്നുന്നു എനിക്ക്. ലഹരി കൂടുതൽ ഉപയോഗിക്കുന്നവരെ പോലീസിൽ തന്നെ എക്സൈസിൽ തന്നെ ഡി-അഡിക്ഷൻ സെൻ്ററും അവർ വേണ്ടത്ര രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തവരെ തിരിച്ച് ലൈഫിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. അതുപോലെ അത് ലഹരി ഉപയോഗിക്കുന്നവരെയാണ്. അതുപോലെ ഇത്തരത്തിൽ ക്രൈം ഈ കുറ്റകൃത്യങ്ങൾ ആ ഒരു കുറ്റകൃത്യ വാസനയുള്ളവർ ആ രീതിയിലേക്ക് പോകുന്നവരെ കൗൺസിലിംഗ് നടത്തുകയും അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു അപ്രോച്ച് നടത്താൻ പോലീസ് സേന അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇത് ആക്ച്വലി ഇത് റിക്വയർഡ് ആണ് അതിലേക്ക്, നോട്ട് അൺഡൗട്ടഡ്ലി. കാരണം പോലീസ് ഇപ്പോഴത്തുള്ള മെയിനായിട്ട് കൊട്ടു ഹാൻഡിൽ ചെയ്യുക, പിന്നെ ക്രമസമാധാനം നോക്കുക, പിന്നെ കേസ് അന്വേഷണം നോക്കുക, പിന്നെ അതോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുക. ദാറ്റ് സെൽഫ് ഈസ് എ വെരി ലോങ് ടേം പ്രോസസ്സാണ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഈ ബാധ്യത കൂടെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാക്കിയുള്ള സമൂഹത്തിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. മെയിൻലി നമുക്ക് നമ്മുടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി പോലീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു. ശരി, ഈ പോലീസ് സേനയിൽ തന്നെ ഈ ജോലിയുടെ സമ്മർദ്ദം എല്ലാ മേഖലകളിലും എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടേണ്ട പോലീസ് സേനയിൽ പോലും ഈ വർക്ക് പ്രഷർ കൊണ്ടാണോ എന്നറിയില്ല ഒത്തിരി സൂയിസൈഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിലൊരു കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന പല പോലീസ് മേധാവിമാരും അതനുസരിച്ച് ഒത്തിരി സർക്കുലറൊക്കെ ഇറക്കിയിട്ടുണ്ട്, സമ്മർദ്ദം പിരിമുറുക്കം അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള. അപ്പോൾ അങ്ങ് ഈ ഒരു പദവിയിലെത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് നമ്മൾ ടോട്ടൽ ഡാറ്റ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് എവിടെ ഏത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതാണോ അതിൽ ഹൗ ഡു വി ഹാൻഡിൽ ഇറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് നമുക്ക് എഗെയിൻ bring awareness among the policemen, sensitize them about it. ആരെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെ ഇടപാട് ചെയ്യാം, അവർക്ക് ആ പ്രശ്നത്തിന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടോ. തീർച്ചയായിട്ടും ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കയ്യിലില്ല, പക്ഷേ അത് ശ്രദ്ധിച്ച് നമ്മൾ ആക്ഷൻ എടുക്കാം. അങ്ങയുടെ ഈ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഇത്രയേറെ കേരളത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് അങ്ങയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ആ നിയമനം തന്നെയാണ്. ആ പേര് പോലും ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമായി മാറിയിരിക്കുകയാണ്. ആ ഒരു കോൺട്രവേഴ്സി അതേക്കുറിച്ച് അതൊക്കെ എല്ലാവരും അത് കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും പെട്ടെന്ന് ആ ഒരു പോസ്റ്റിംഗ് സമയത്ത് ആ കൂത്തുപറമ്പ് സംഭവമൊക്കെ വീണ്ടും എല്ലാവരും ഒന്ന് ഓർത്തപ്പോൾ അത് ഏതെങ്കിലും രീതിയിലൊരു അലോസരപ്പെടുത്തിയോ, ഒരു നെഗറ്റീവായി തോന്നിയോ? അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഈ പോസ്റ്റിംഗ് കൊടുക്കുന്ന സർക്കാർക്ക് വളരെ നന്ദിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവர்களுക്കും പിന്നെ സർക്കാരിനും വളരെയധികം നന്ദിയുണ്ട്. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യുക, ജനങ്ങളെ സേവ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്കുള്ള
അവസാനത്തെ സാമ്പത്തികം വരെ ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യമുള്ള ആളാണ്. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പോസ്റ്റ് വരുമ്പോൾ ആ പഴയ സംഭവം ഒന്ന് ഉണ്ടാകുമെന്നോ ഏതെങ്കിലും രീതിയിൽ കോൺട്രവേഴ്സി ആകുമെന്ന് എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടായിരുന്നോ? എങ്ങനെ ആക്ച്വലി അങ്ങനെ തോന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ലൈഫ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന കാലത്ത് തന്നെ IPS എടുക്കുക, അത്തരം ചിന്തകളുണ്ട്. അത് ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണോ പഠിച്ചതും IPS എടുത്തതും? തീർച്ചയായിട്ടും. ഞാൻ ജനിച്ചത് വളരെ സാധാരണ കുടുംബത്തിലാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഫാദർ ഓഫ് ഫാർമറാണ്, മദർ ഹോം മേക്കറാണ്. പക്ഷേ ഫാദറിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിന് കൂടെ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ചെറുപ്പത്തിൽ പറയാറുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾക്ക്, എൻ്റെ മോന് നന്നായിട്ട് പഠിക്കും, ഇവന് IAS IPS ആവുമെന്ന് ഇത്. പക്ഷേ അതുകൊണ്ട് പിന്നെ അതോടൊപ്പം ആ ഇൻസ്പിറേഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് കൂടെ നന്നായിട്ട് ഡോക്ടർ ആകാനായിരുന്നു ശരിക്കും സാറിന് ആഗ്രഹം? അച്ഛൻ്റെ ആഗ്രഹം പോലെ ഇങ്ങനെ ആയി കേട്ടിട്ടുണ്ട്. ഞാൻ ബയോളജി പഠിച്ചു. ബയോളജിയുടെ ഭാഗമായിട്ട് ആ സമയത്ത് എല്ലാവരും ഡോക്ടറോ അല്ലെങ്കിൽ അത് പോകുന്നതാണ്. എനിക്ക് മെഡിസിൻ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അഗ്രികൾച്ചർ പഠിച്ചതാണ്. എന്തായാലും ഇനിയൊരു 2 വർഷം നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവി എന്ന സുപ്രധാന പദവിയിൽ അങ്ങുണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, അതാണ് ഏറ്റവും കൂടുതൽ. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് അത് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്വം കൂടുകയാണ് ആ ഒരു സമയത്തും കൂടിയായത്. എന്തായാലും എല്ലാ ആശംസകളും. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് ധന്യവാദം. താങ്ക് യു വെരി മച്ച്.